നമസ്കാരം. പ്രധാനമന്ത്രി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ പ്രതിഷ്ഠ നടത്തിയതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതോ ഒരു മതത്തെ മാത്രം ഉയർത്തിക്കാട്ടുന്നതോ ആയിട്ടുള്ള രീതി ശരിയല്ല എന്നും അയോധ്യയിൽ ഇന്ന് മോദിയുടെ നേതൃത്വത്തിൽ നടന്നത് അത്തരത്തിലൊന്നാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അയോധ്യയിലേക്ക് ട്രസ്റ്റിന്റെ ക്ഷണമുണ്ടായിട്ട് പോലും താൻ പോകാതിരുന്നത് തന്റെ ഭരണഘടനാ ഉത്തരവാദിത്തം ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായവാദം. മതം വ്യക്തിപരമായ വിഷയമാണ്. ഇപ്പോൾ മതവും രാഷ്ട്രവും തമ്മിലുള്ള അതിർവരമ്പ് നേർത്തു വരുന്നുവെന്നും ഒരു മതസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന്റെ പരിപാടിയാക്കി മാറ്റിയെന്നുമാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. എന്നാൽ മുഖ്യന്റെ ഈ പ്രസ്താവന മുഖ്യമന്ത്രിക്ക് തന്നെ തിരിച്ചടിയായി മാറുകയാണ്. മോദി ചെയ്തത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ്. അല്ലാതെ കേരളത്തിലെ ഇടത് സർക്കാരിനെ പോലെ സ്വന്തം കീശ വീർപ്പിച്ച് ദൂർത്തടിച്ച് നടക്കുകയല്ലായിരുന്നു. മോദി അദ്ദേഹത്തിന്റെ വിശ്വാസത്തോടൊപ്പം അദ്ദേഹത്തിന്റെ പാർട്ടി നൽകിയ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കി. അത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കഴിവ് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ പൊതുജന പ്രതികരണങ്ങൾ ഉയരുന്നത്. കേരളത്തിൽ പാർട്ടിയുടെ വാർഷികം നടത്താൻ പോലും പൊതുഖജനാവിൽ നിന്ന് കൈയിട്ട് വരുന്ന സർക്കാരിന് ഇങ്ങനെ സംസാരിക്കാൻ പോലുമുള്ള യാതൊരു അവകാശവുമില്ല എന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദുമത സ്ഥാപനങ്ങളെ മാത്രം വളർത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കും മറുപടിയുണ്ട്. ഇതെല്ലാം തികച്ചും വസ്തുതാ വിരുദ്ധമായ പ്രസ്താവനയാണ്. കാരണം അദ്ദേഹത്തിന്റെ രാജ്യത്തെ എല്ലാ വിശ്വാസികളെയും ഒരേപോലെ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതാണ് ജനങ്ങൾ പറയുന്നത്. ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ എത്തിയിട്ടുണ്ട്. വികസനത്തിന്റെ ഗുണം എല്ലാവരിലും എത്തിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി അവിടെ നിന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹം നിരവധി പേർക്ക് വിരുന്നടക്കം നൽകിയിട്ടുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി രാജ്യത്തുടനീളമുള്ള 1200-ലധികം ദർഗകളിലും പള്ളികളിലും ദീപം തെളിയിക്കാൻ തയ്യാറായും ചിലർ വന്നു. ഇതെല്ലാം മോദി നൽകിയ പിന്തുണയുടെ തെളിവുകളാണ്. അദ്ദേഹം ഒരു വിഭാഗത്തെയും ഇല്ലാതാക്കാനോ അടിച്ചമർത്താനോ ശ്രമിച്ചിട്ടില്ല. എന്തായാലും മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ പ്രാവർത്തികമാക്കാനാണ് ശ്രമിച്ചത് എന്ന് ജനങ്ങൾ തന്നെ മറുപടി നൽകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അയോധ്യയിൽ അതിഗംഭീരമായി പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചത്. ചടങ്ങിന്റെ ഭാഗമായി കേരളത്തിലും അതിഗംഭീരമായ ആഘോഷ പരിപാടികളും ചടങ്ങുകളും നടന്നു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ അഭിമാനത്തിന്റെ ധന്യമുഹൂർത്തമാണെന്ന് ഗവർണർ പ്രതികരിച്ചു. ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അയോധ്യ എന്നാണ് ഗവർണർ പറഞ്ഞത്. അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് വഴുതക്കാട് അയോധ്യ രാമദേവി ക്ഷേത്രത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദർശനം നടത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ദീപാരാധനയിൽ തൊഴുകൈകളോടെ അദ്ദേഹം പങ്കെടുത്തത്.